ക്രിസ്മസിന് ലോകം മുഴുവൻ സന്തോഷവും സ്നേഹവും പ്രചരിപ്പിക്കാൻ ലോകജാലകം എന്ന പ്രത്യേക പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ സീസൺ ഉത്സവത്തിന്റെ ചൂടും സന്തോഷവുമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. നമ്മളോടൊപ്പം ഇതാ ക്രിസ്മസിന്റെ സ്വന്തം സാന്റാക്ലോസ് ആശംസകളുമായി എത്തുന്നു. എന്നാൽ നമുക്ക് ആദ്യം ഒരു യാത്ര നടത്തിയാലോ? ക്രിസ്മസിലേക്ക്, സാന്റാക്ലോസിലേക്ക്, അവരുടെ ചരിത്രത്തിലേക്ക്. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ പോലും ഉയരുന്ന ഒരു ചിത്രമാണ് ക്രിസ്മസ് ഫാദർ അല്ലെങ്കിൽ സാന്റാക്ലോസ്. കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒന്നായിരിക്കുമല്ലേ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ തലയണിയുടെ അടിയിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഉണ്ടാകുമെന്ന്. യേശുവിന്റെ ജനനത്തെ പറ്റിയുള്ള ബൈബിളിൽ പരാമർശിക്കാത്ത ആ മഹത്തായ സംഭവത്തോടെ ഒരു ബന്ധവുമില്ലാത്ത ഒരു കഥാപാത്രം ഇതെങ്ങനെ വർത്തമാന കാലത്ത് ഇത്രയും പ്രശസ്തമായി? ആരാണ് സാന്റാക്ലോസ് എന്ന ക്രിസ്മസ് ഫാദർ? ചരിത്ര യാഥാർത്ഥ്യം എന്താണ്? എങ്ങനെ ഈ കഥാപാത്രത്തിന് ഇത്ര പ്രാബല്യവും പ്രചാരവും വന്നു? ഇവയൊക്കെയാണ് അന്വേഷണ വിഷയങ്ങൾ. സെന്റ് നിക്കോളാസ്, ഫാദർ ക്രിസ്മസ്, ക്രിസ്മസ് പപ്പ എന്നീ പേരുകൾ അറിയുന്ന സാന്റാക്ലോസ് ക്രിസ്മസ് സന്ധ്യയുടെ, അതായത് ഡിസംബർ 24 അർദ്ധരാത്രിയോട് കൂടിയ സമയത്തും വിശുദ്ധ നിക്കോളാസ് ദിവസത്തിലും, അതായത് ഡിസംബർ 6-നും കുട്ടികളെ കാണാൻ എത്തുന്നു. ഇദ്ദേഹം കുട്ടികൾക്ക് സമ്മാനം നൽകാൻ എത്തുമെന്നാണ് വിശ്വാസം. ഇതിഹാസത്തിന്റെ അംശങ്ങൾ ചരിത്രപുത്രനായ വിശുദ്ധ നിക്കോളസുമായി ബന്ധപ്പെട്ട കഥകളിൽ അടിസ്ഥാനപ്പെട്ടതാണ്. ബിഷപ്പിന്റെ വസ്ത്രങ്ങൾ ധരിച്ച വിശുദ്ധ നിക്കോളാസിനെയാണ് ചിത്രങ്ങളിൽ കാണാൻ കഴിയുന്നുവെങ്കിലും ആധുനിക സാന്റാക്ലോസ് ചുവന്ന കോട്ടും വെളുത്ത കോളറും കഫും ചുവന്ന ട്രൗസറും കറുത്ത തൂകൽ ബെൽറ്റും ബൂട്ടും ധരിച്ച, തടിച്ച് വെള്ളത്താടിയും വെച്ച സന്തോഷവാനായ ഒരാളാണ്. രാഷ്ട്രീയ കാർട്ടൂണിസ്റ്റായ തോമസ് നാസ്റ്റിന്റെ സ്വാധീനം മൂലം 19-ാം നൂറ്റാണ്ടിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഈ രൂപം പ്രശസ്തമായി. യുണൈറ്റഡ് കിങ്ഡത്തിലും യൂറോപ്പിലും ഇദ്ദേഹത്തിന്റെ രൂപം അമേരിക്കൻ സാന്റയ്ക്ക് സമമാണെങ്കിലും ഫാദർ ക്രിസ്മസ് എന്നാണ് പൊതുവെ വിളിപ്പേര്. ചുവന്ന കുപ്പായവും കൂർബൺ തൊപ്പിയും അണിഞ്ഞ് മാനുകളിൽ വലിക്കുന്ന തേരുവണ്ടിയിൽ പുഞ്ചിരിയോടെ വരുന്ന നരച്ച മുടിയും താടിയുമുള്ള തടിയനാണ് സാന്റാക്ലോസ്. ക്രിസ്മസ് നാളുകളിൽ കുട്ടികൾക്കുള്ള സമ്മാനം വീടിന്റെ ചിമ്മിനിയിലൂടെ അദ്ദേഹം അകത്തേക്ക് ഇട്ടുകൊടുക്കുമെന്നാണ് വിശ്വാസം. ക്രിസ്മസ് ആഘോഷിക്കുന്ന എവിടെയും വളരെ പരിചിതനാണ് തോളിൽ സഞ്ചിയുമായി വരുന്ന സാന്റാക്ലോസ്. കാർട്ടൂണിസ്റ്റായ നേരത്തെ പറഞ്ഞ നമ്മുടെ തോമസ് നാസ്റ്റ് വരച്ച ഒരു ചിത്രത്തിൽ നിന്നാണ് ഈ നരച്ച മുടിയും താടിയും കൊഴുത്തുരുണ്ട ശരീരപ്രകൃതിയുമുള്ള തടിയൻ സാന്റാക്ലോസിന്റെ ഇപ്പോഴത്തെ രൂപം ഉണ്ടായത്. സാന്റാക്ലോസിന്റെ ജനന മരണത്തെ പറയാൻ കൃത്യമായ രേഖകളൊന്നുമില്ല ചരിത്രത്തിൽ. ഐതിഹ്യവും ചരിത്രവും കെട്ടുപിടഞ്ഞു കിടക്കുകയാണ്. നിക്കോളാസ് എന്ന ചരിത്ര പുരുഷൻ AD 270 ജനിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മാതാപിതാക്കൾ ധാരാളം സ്വത്തുള്ളവരായിരുന്നു. നിക്കോളാസ് ബാലനായിരിക്കുമ്പോൾ തന്നെ വളരെ ഔദാര്യനിധിയായിരുന്നു. സാധുക്കളോട് വലിയ സഹതാപവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു ബാലനായിരുന്നു അന്ന് തന്നെ നിക്കോളാസ്. അവരെ സഹായിക്കുന്നതിൽ അദ്ദേഹം ഒരു പ്രത്യേക സംതൃപ്തി കണ്ടെത്തുകയും ചെയ്തു. ഒരു ദരിദ്ര കുടുംബത്തിലെ 3 പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കാൻ വേണ്ടി നിക്കോളാസ് ആരും അറിയാതെ രാത്രി സ്വർണ്ണ നാണയങ്ങൾ ജനൽ വഴി ആ കുട്ടികളുടെ വീട്ടിലേക്ക് ഇട്ടുകൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ഇതുപോലെ മറ്റു സാധുക്കളെയും സഹായിച്ചു പോന്നത്രേ. അവർക്ക് ലഭിക്കുന്ന ഈ സഹായത്തിന്റെ ഉറവിടം എന്താണെന്ന് അവർക്ക് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു ഔദാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നുള്ള ക്രിസ്മസ് ഫാദർ തോളിൽ സഞ്ചിയുമായി അതിൽ നിറയെ സമ്മാനങ്ങളുമായി കുട്ടികളെ കാണാനെത്തുന്നത്. ധാരാളം സമ്പത്തുണ്ടാഞ്ഞിട്ട് പോലും അതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം സഭയിലെ വൈദിക സേവനത്തിന് സന്നദ്ധനായി. തുടർന്ന് ബിഷപ്പുമായി. നല്ല തീക്ഷ്ണവാനായ സഭാ നേതാവും ഉദാരമതിയായ മനുഷ്യസ്നേഹിയുമായിരുന്നു അദ്ദേഹം. റോമ ചക്രവർത്തി ഡിയോക്ലിഷ്യന്റെ കാലത്ത് ക്രിസ്തീയ സഭയ്ക്ക് ഭീകരമായ പീഡനമേൽക്കേണ്ടി വന്നു. ആ ഘട്ടത്തിൽ നിക്കോളാസിന് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയുണ്ടായി. തന്റെ വിശ്വാസത്തിൽ നിന്നോ ആധ്യാത്മികതയിൽ നിന്നോ അദ്ദേഹം അണുവിട ചലിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വതന്ത്രനായ ആ കാരാഗ്രഹത്തിൽ നിന്ന് AD 325 ചേർന്ന നിഖ്യ സുന്നഹദോസിൽ അദ്ദേഹം സംബന്ധിച്ചതായി പറയപ്പെടുന്നു. അതിനുശേഷം AD 345 അദ്ദേഹം നിര്യാതനായി. അദ്ദേഹം പലപ്പോഴും സ്വയം വിശേഷിപ്പിച്ചിരുന്നത് I am Nicholas a sinner, അതായത് പാപിയായ നിക്കോളസ് ആണ് താനെന്നായിരുന്നു. അദ്ദേഹത്തിന്റെ വിനയവും താഴ്മയും വെളിപ്പെടുത്തുന്നതായിരുന്നു ഈ വാക്കുകൾ. 1087 ഇറ്റാലിയൻ നാവികർ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തുർക്കിയിൽ നിന്ന് ഇറ്റലിയിലെ ബാരിയിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ അനുഗ്രഹം നേടാൻ ഒരുപാട് ഭക്തർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. തീർത്ഥാടന കേന്ദ്രമായ ബാരിയിലെ സെന്റ് നിക്കോളാസ് ബസിലിക്കയിലാണ് അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടത്. ഡിസംബർ 6-നാണ് വിശുദ്ധ നിക്കോളാസിന്റെ തിരുനാൾ കൊണ്ടാടുന്നത്. ഈ തിരുനാൾ തലേന്ന് സായന്നത്തിൽ നിക്കോളാസ് പുണ്യവാൻ ഓരോ വീട്ടിലും എത്തി നല്ലവരായ കുട്ടികൾക്ക് സമ്മാനം നൽകുമെന്നാണ് വിശ്വാസം. ഒരു ഇതിഹാസം പറയുന്നത് സാന്റാക്ലോസിന്റെ താമസം അങ്ങ് ദൂരെ വടക്ക് എപ്പോഴും മഞ്ഞ് വീഴുന്ന ഒരു
പ്രദേശത്താണ്. അമേരിക്കൻ സാന്റാക്ലോസിന്റെ താമസം ഉത്തര ധ്രുവത്തിലും ഫാദർ ക്രിസ്മസിന്റേത് ഫിൻലാൻഡിലെ ലാപ്ലാൻഡിലുമാണ്. സാന്റാക്ലോസ് പത്നിയായ മിസിസ് ക്ലോസുമൊത്താണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം ലോകത്തിലെ എല്ലാ കുട്ടികളെയും രണ്ടായിട്ട് തരംതിരിച്ചു: വികൃതി കുട്ടികളും നല്ല കുട്ടികളും. നല്ല കുട്ടികൾക്ക് അദ്ദേഹം ചോക്ലേറ്റും സമ്മാനങ്ങളും നിറഞ്ഞ ഒരുപാട് ഗിഫ്റ്റുകൾ കൊണ്ട് ചിമ്മിനി വഴി ഇട്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ വികൃതി നിറഞ്ഞ കുട്ടികൾക്കോ ചുള്ളിക്കമ്പും കൽക്കരിയും ഒക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ക്രിസ്മസ് ഫാദറായും ന്യൂ ഇയർ ഫാദറായും വിശുദ്ധ നിക്കോളാസ് ആദ്യമായി അറിയപ്പെടുന്നത് ജർമ്മനിയിലാണ്. വിശുദ്ധ നിക്കോളാസിന്റെ തിരുനാൾ ജർമ്മനിയിൽ പുതുവത്സര ദിനമാണ്. ഡച്ച് കുടിയേറ്റക്കാരാണ് അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. ആ തിരുനാൾ അമേരിക്കൻ പാരമ്പര്യത്തിലെ ഒരു ഭാഗമായി തീർന്നു. അമേരിക്കയിലെ ന്യൂ ആംസ്റ്റർഡാം, ഇപ്പോഴറിയപ്പെടുന്ന ന്യൂയോർക്കിൽ കുടിയേറിയ പ്രൊട്ടസ്റ്റന്റ് മതക്കാരാണ് 15-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ നിക്കോളാസിനെ സാന്റാക്ലോസ് ആയി രൂപപ്പെടുത്തിയത്. മതത്തിനധീനമായി ഈ കഥാപാത്രമായി അവർ സാന്റാക്ലോസിനെ മാറ്റി. പരമ്പരാഗതമായി ക്രിസ്മസിന് ബന്ധുക്കളും സുഹൃത്തുക്കളും പരസ്പരം സമ്മാനം കൈമാറുക പതിവായി. കുടുംബങ്ങളുടെ ഉത്സവമായിട്ടാണ് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ക്രിസ്മസ് വിശുദ്ധനായ നിക്കോളാസ് മാറുകയായിരുന്നു അവിടെ. ക്രിസ്മസ് തലേന്ന് വിശുദ്ധ നിക്കോളാസ് സമ്മാനങ്ങളുമായി എത്തുമെന്നാണ് അവിടെയുള്ളവരെല്ലാം വിശ്വസിച്ചിരുന്നത്. എവിടെ ക്രിസ്മസ് ഉണ്ടോ അവിടെയെല്ലാം സാന്റാക്ലോസ് എന്ന ക്രിസ്മസ് ഫാദറും ഉണ്ടാകും. പലയിടങ്ങളിലും പല പേരിലാണ് നമ്മൾ ക്രിസ്മസ് ഫാദർ അറിയുന്നത്. ഇംഗ്ലണ്ടിൽ ഫാദർ ഓഫ് ക്രിസ്മസ്, ഫ്രാൻസിൽ പെരെ നോയൽ, ജർമ്മനിൽ വെയ്നാസ്മാൻ. അങ്ങനെ മൂന്നിന്റെയും അർത്ഥം ഒന്ന് തന്നെ, ക്രിസ്മസ് പിതാവ് എന്നത്. ബൈബിൾ ചരിത്ര പരാമർശമുള്ള കഥാപാത്രത്തെക്കാൾ ഇന്നും പ്രധാനമർപ്പിക്കുന്നത് സാന്റാക്ലോസ് ആണ്. കിഴക്കുനിന്ന് വന്ന ജ്യോതിശാസ്ത്രജ്ഞന്മാർ, ഉണ്ണിയേശുവിനെ ആദ്യം പോയി സന്ദർശിച്ച ആട്ടിടയന്മാർ എന്നിവരെക്കാൾ മുന്നിൽ നിൽക്കുന്നത് ക്രിസ്മസുമായി ഒരു ബന്ധവുമില്ലാത്ത സാന്റാക്ലോസ് ആണ്. എന്നാൽ ക്രിസ്മസ് ഫാദർ സാന്റാക്ലോസ് ചെയ്യുന്ന ഒരു പ്രവൃത്തി ക്രിസ്തു ജയന്തിയോട് ബന്ധപ്പെടുത്തി ചിന്തിക്കാം. തോളിലുള്ള സഞ്ചിയിൽ നിന്ന് സമ്മാനങ്ങൾ കുഞ്ഞുങ്ങൾക്കും മറ്റുമായി നൽകുന്നത്. പിന്നെ എങ്ങനെ നമുക്ക് യേശുവിനെ സാന്റാക്ലോസുമായി ബന്ധിപ്പിക്കാമെന്ന് വെച്ചാൽ, ദൈവം മനുഷ്യന് നൽകുന്ന സമ്മാനങ്ങൾ പോലെ തന്നെയാണ് സാന്റാക്ലോസും കുട്ടികൾക്കും മറ്റുള്ളവർക്കും സമ്മാനമായി എത്തുന്നത്. ക്രിസ്മസിന് പരസ്പരം പാരിതോഷികങ്ങൾ കൈമാറുന്ന ഹൃദ്യമായ ഒരു പതിവ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടല്ലോ. ഇതിൽ നിന്ന് തന്നെ നമുക്കത് ഉറപ്പിക്കാം. യൂറോപ്പിൽ ഇതിഹാസപാത്രമായ കുട്ടികളെ സാന്റാക്ലോസിൽ വിശ്വസിക്കാൻ പഠിപ്പിക്കുന്നവർക്കെതിരെ എതിർപ്പുകൾ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. സാന്റ ആചാരം ക്രിസ്മസിന്റെ മതപരമായ ഉത്ഭവത്തെയും അതിന്റെ യഥാർത്ഥ ഉദ്ദേശത്തെയും അപകീർത്തിപ്പെടുത്തുന്നതാണെന്നാണ്. ഇങ്ങനെയാണ് ചില ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നത്. ചില വിമർശകരുടെ വാദം ഇത് മുഴുവൻ നുണയാണെന്നും അതിനാൽ കുട്ടികൾ ഇതിൽ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലെന്നുമാണ്. മറ്റു ചിലർ സാന്റാക്ലോസ് ക്രിസ്മസിന്റെ കമ്പോളവൽക്കരണത്തിന് അടയാളമാണെന്ന വാദത്തിലും ഈ ആചാരം എതിർക്കും. സന്തോഷം പങ്കിടുക, കരുണ കാണിക്കുക, ജീവിതം ഒരു മേഘവിളക്കായി മാറ്റുക എന്ന സന്ദേശവുമായി നമുക്ക് ലോകജാലത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലായിടങ്ങളിലും സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു പുതിയ എപ്പിസോഡിൽ കാണാം ഇതേ ലോകജാലകത്തിൽ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ.